പ്രശ്നങ്ങൾ എന്താ? ഈ MP കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനകത്തും പൊതുസമൂഹത്തിനകത്തും ഒറ്റപ്പെട്ട് അല്പം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇവരുടെ ഈ ടീമിന്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ടീമിന് അല്പം ക്ഷീണമുണ്ട്. അല്പമല്ല, കാര്യമായ ക്ഷീണമുണ്ട്. ആ ക്ഷീണം മാറ്റേണ്ടതുണ്ട് എന്ന ഒരു നല്ല ചിന്തയിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നൊക്കെ കയറി വരാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് ഇവർ ചെന്നെത്തുക. അങ്ങനെയാണ് ആദ്യം വടകരയിൽ ഒരു വലിയ ഷോ ഉണ്ടാകുന്നു, നമ്മൾ കണ്ടത്. അത് അപ്പുറത്തുനിന്ന് സ്വാഭാവികമായ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഡോറ് തുറന്ന് ഡോറിൻ്റെ ജനലിൻ്റെ ഉള്ളിലൂടെ തലയൊക്കെ പുറത്തിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ, റീൽസ് എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ തുടർച്ച ഇതേ പേരാമ്പ്രയിൽ ഒരു പ്രകടനം നടന്നു, ഇതേ MP-യുടെ നേതൃത്വത്തിൽ. നിങ്ങൾ അതൊക്കെ പരിശോധിക്കണം, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതേ MP-യുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പ്രകടനം നടന്നു. അതിനെ തുടർന്ന് അവിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുക. ഒരു വലിയ സംഘർഷവും വലിയ സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വയനാട് ഫണ്ട്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇദ്ദേഹത്തിൻ്റെ എല്ലാമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം ചെയ്ത പ്രവർത്തികൾ ന്യായീകരിക്കാൻ പറ്റാതെ വല്ലാത്ത പ്രതിസന്ധിയിലിരിക്കുന്ന സമയത്ത് ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ശ്രമമാണോ ഇത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ പ്രമോദിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനം, അവിടുത്തെ മുൻ MLA കുഞ്ഞമ്മദ് മാഷൊക്കെ ഉൾപ്പെടെ നടത്തിയ പ്രകടനം, വളരെ സീനിയർ നേതാക്കളൊക്കെ പങ്കെടുത്ത, നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഇടതുപക്ഷ പ്രകടനം കടന്നുപോയി. ആ പ്രകടനത്തെ പോലീസ് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവസാനിപ്പിച്ച് പറഞ്ഞയക്കുക. തുടർന്ന് വരുന്ന ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം, അവിടെ വന്ന് റോഡിലിരിക്കുന്നു. 1.5 മണിക്കൂറോളം ഇവർ ആരെയാ കാത്തിരുന്നത്? ഈ MP-യെ കാത്തിരിക്കുക. എന്തിനാ? നമ്മൾ ആലോചിക്കണ്ടേ ഇത്? നല്ല രീതിയിൽ കോഴിക്കോട്ടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നല്ല രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നല്ല സൗഹാർദ്ദത്തിൽ, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളും അതോടൊപ്പം സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരിടമാണ്. ആ ഇടത്തിലാണ് ഇപ്പോൾ തുടർച്ചയായുള്ള ഈ ഒരു അലോസരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, ഒരു നാടിൻ്റെ സമാധാനം തകർക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്. പേരാമ്പ്രയിൽ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാ. ബോധപൂർവമായി ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ശ്രമിക്കേണ്ടത് എന്തിനാ? അവിടെ ഇങ്ങനെ ഒരു സംഘർഷമുണ്ടെങ്കിൽ ആ സംഘർഷം ലഘൂകരിക്കാൻ, ആ പ്രശ്നം അവസാനിപ്പിക്കാൻ, അതിനല്ലേ ശ്രമിക്കേണ്ടത്? ഇതിനെ വളർത്തി കൊണ്ടുവന്ന് ഒരു നാട്ടിലാകെ ഈ അക്രമം അഴിച്ചു വിടുന്ന തരത്തിലേക്ക് ഈ സാഹചര്യത്തെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിൽ ഈ നാട് സംശയിക്കുന്നത് വയനാട് ഫണ്ടും അതോടൊപ്പം തന്നെ തൻ്റെ എല്ലാമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പീഡന പരാതികളും എല്ലാം ഉണ്ടാക്കിയ ഒരു ക്ഷീണം മറികടക്കാനും, അതോടൊപ്പം കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ലൈഫ് വീട് ഞങ്ങളുടെ കോൺഗ്രസ് കൊടുത്തതാണ് എന്ന് നടത്തിയ പ്രചരണവും അതിൻ്റെ ഉദ്ഘാടനവും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ക്ഷീണവുമൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ ആണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ കണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.